കപ്പൽ വീണിട്ടുള്ള സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാട്ടർ സെഡിമെന്റ് സാമ്പിൾസ് കളക്ട് ചെയ്യണം. പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന സാധനങ്ങൾ ഓയിലും പ്ലാസ്റ്റിക്കുമാണ്. ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ടൂറിസം എനിക്ക് തോന്നണില്ല കാര്യമായിട്ട് അഫക്റ്റഡ് ആവുമെന്ന്. അതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സാധനം വേണമെങ്കിൽ ഒരു കറണ്ടി പോയിട്ട് കഴിഞ്ഞാൽ അത് അന്റാർട്ടിക് കോസ്റ്റോ ആർട്ടിക് കോസ്റ്റിലൊക്കെ വേണമെങ്കിൽ ചെല്ലാം. പോസിബിൾ ആണെന്നുള്ള ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഇറ്റ് ടേക്ക് ഫ്യൂ ഇയേഴ്സ് ഓർ മേ ബി ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ടു റീച്ച്. നമ്മൾക്ക് അറിയാത്ത സാധനങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ അടിഞ്ഞു വന്ന് കൂടുന്നുണ്ടെങ്കിൽ കഴിയുന്നതും കീപ് അവേ എന്നുള്ളത് തന്നെയാണ് ബെസ്റ്റ് പ്രാക്ടീസ്. നമ്മൾ സേഫ്റ്റിയാണ് ഫസ്റ്റ്. ബേപ്പൂർ സംഭവിച്ചിട്ടുള്ളത് ഗ്രാജുവലായിട്ട് ഫുഡ് ചെയിനിൽ കൂടി കയറി ഒരു സെർട്ടൻ പീരീഡ് ഓഫ് ടൈമിന് ശേഷം ഹ്യൂമനിൽ റീച്ച് ചെയ്യാനും ഇല്ലെങ്കിൽ ഫിഷിൽ റീച്ച് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഭയങ്കര വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു 10 കണ്ടെയ്നറോ 20 കണ്ടെയ്നറൊക്കെ കലങ്ങിയാൽ പോലും കടലിൽ വെള്ളത്തിനകത്ത് അതൊന്നുമല്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം ഞാൻ എന്തായാലും അത്ര പെട്ടെന്ന് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന കോൺസെൻട്രേഷനിൽ ഇത് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കപ്പലിനുള്ള ആക്സിഡൻറ്റ് അങ്ങനെ വന്ന് നമ്മൾ കാണാറില്ല. ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ. ടൈറ്റാനിക് മുങ്ങിപ്പോയില്ലേ. പ്രൊഫസർ മുഹമ്മദ് ഹത്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം. താങ്ക് യു. ഇപ്പം 2 ആഴ്ചക്കിടെ 2 കപ്പൽ അപകടമാണ് കേരള തീരത്ത് നടന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് കപ്പൽ അപകടം നമുക്ക് പുതുമയുള്ളതാണ്. അപ്പം അതിൻ്റെതായ എല്ലാ ആശങ്കകളും പേടിയും നമുക്കുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്നത് ഇപ്പം മീൻ കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മീൻ കഴിക്കരുത് എന്നുള്ള പ്രചരണം ഒരു ഭാഗത്തുണ്ട്, പക്ഷെ മീൻ കഴിക്കാം എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു സമയത്ത് നമ്മൾ മീൻ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എസ്പെഷ്യലി ലാസ്റ്റ് ഇൻസിഡൻറ്റിൽ ടോക്സിക് കാർഗോ ഒക്കെ വളരെ കുറവ് തന്നെയായിരുന്നു. അതിൻ്റെ അകത്തായ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സാധനം ആ ഒരു നെർഡിൽസ് എന്ന് പറയും, വെർജിൻ ഗ്രാന്യൂൾസ് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക്സ്. അത് ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് ഇമേജ് കൊണ്ടുണ്ട്, അത് ബീച്ചിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് മീൻ കഴിച്ച് പതിയെ ഫുഡ് ചെയിനിൽ കൂടിയൊക്കെ വരാൻ, ബട്ട് ദാറ്റ് ഡസൻ കോസ് മച്ച് പ്രോബ്ലം. അതിനേക്കാളും ഇഷ്യൂസുള്ള ടോക്സിക് സാധനങ്ങളാണെങ്കിൽ അത്രയും ടോക്സിസിറ്റി ഉള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഫിഷ് കില്ല് നമുക്ക് കാണാമായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കടൽ ഭയങ്കര വലിയൊരു ആവാസ വ്യവസ്ഥയാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു 10 കണ്ടെയ്നറോ 20 കണ്ടെയ്നറൊക്കെ കലങ്ങിയാൽ പോലും കടലിൽ വെള്ളത്തിനകത്ത് അതൊന്നുമല്ല. വെച്ചാൽ കടലിൽ 2 നേരം ഹൈ ടൈഡ് ലോ ടൈഡ്, കടലിൻ്റെ കറണ്ട്, അടിയൊഴുക്ക്, ഇതൊക്കെയായിട്ട് ഇത് പലയിടത്തേക്കും മിക്സായി പോകും. ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിലാണെങ്കിൽ അവിടെ തന്നെ അത് അക്യൂമുലേറ്റ് ചെയ്യണം. മറ്റേത് ഇറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇഷ്യൂവും കൂടി. ഇതിലിപ്പം ആദ്യത്തെ MSC-ELSA-3 ചില പ്ലാസ്റ്റിക് ഘടകങ്ങളും ആ കണ്ടെയ്നറുകളുണ്ട്. അപ്പൊ അത് ഒരുപാട് കണ്ടെയ്നർ കാലിയായിരുന്നു. ചില കണ്ടെയ്നർ തുണി, മറ്റേ തുടങ്ങിയ വലിയ ബുദ്ധിമുട്ടില്ലാത്ത സാധനങ്ങളായിരുന്നു. പക്ഷെ ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അപകടത്തിലുള്ള വാൻഹെയിൽ വന്നിട്ടുള്ളതില് അതിൽ 150-ലധികം അതീവ ഗുരുതരമായിട്ടുള്ള രാസവസ്തുക്കളാണുള്ളത്. അത് കത്താൻ പോലും സാധ്യതയുള്ള രാസവസ്തുക്കളാണുള്ളത്. അപ്പൊ അത് കടൽ വെള്ളത്തിൽ കലരുന്നത് കൊണ്ട് ഈ മീനുകൾക്കോ അല്ലെങ്കിൽ മത്സ്യ സമ്പത്തിന് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കുമോ? ഓക്കെ, ഈ കടലിൽ ഇപ്പോൾ 2ാമത് നടന്ന ആക്സിഡന്റ്, അതായത് ബേപ്പൂരിന്റെ സൈഡിലുള്ളത്, ഞാനത് ഇന്നലെ വൈകിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാർഗോയിൽ ആക്ച്വലി ഭയങ്കര ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട് ടു കണ്ടെയ്ൻ ദി ഫയർ എന്നാണ് അതിൻ്റെ ഒരു സ്പ്രെഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു, മിക്കവാറും ഇത് കത്തി തന്നെ തീരാനാണ് സാധ്യത. ഇറ്റ് ഈസ് വെരി അൺലൈക്ലി ടു കൺട്രോൾ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ പിന്നീട് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾ ദി സെയിം, അതേപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കണ്ടെയ്നറിൽ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് സംവാട്ട് ടോക്സിക് തന്നെയാണ്. അപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ കത്തി ഈ കണ്ടെയ്നേഴ്സ് താഴ്ത്ത് വീണിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാകാം. കുറച്ചിന് കണ്ടെയ്നർ വീണ് ആസച്ച് സെറ്റിൽ ആയിട്ടുണ്ടോ എന്നുള്ളതും നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ചിട്ട് കടൽ വളരെ ഡൈനമിക് എൻവറോൺമെൻ്റ് ആണ്. ഡൈനമിക് എൻവറോൺമെൻറ്റ് വെച്ചാൽ എപ്പോഴും മൂവിങ് ആണത്. അതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സാധനം വേണമെങ്കിൽ ഒരു കറണ്ടി പോയിട്ട് കഴിഞ്ഞാൽ അത് അന്റാർട്ടിക് കോസ്റ്റോ ആർട്ടിക് കോസ്റ്റിലൊക്കെ വേണമെങ്കിൽ ചെല്ലാം. പോസിബിൾ ആണെന്നുള്ള ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഇറ്റ് ടേക്ക് ഫ്യൂ ഇയേഴ്സ് ഓർ മേ ബി ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ടു റീച്ച്. പക്ഷേ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അപ്പോൾ ഈ ഒരു സാധനങ്ങൾ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളും കടലിൽ വീഴുമ്പോൾ ഈ കടലിൻ്റെ ഒരു ഷിയർ വോള്യൂം കൊണ്ട് ഈ സാധനം ഡൈല്യൂട്ട് ചെയ്യപ്പെടും. അതും തന്നെയല്ലേ ഡൈല്യൂഷൻ ആൻഡ് മിക്സിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കടലിനകത്ത് വലിയൊരു ഫിസിക്കൽ പ്രോസസ്സാണ്. ഇതുകൊണ്ടാണ് കടൽ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് പൊല്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് പോലും. കടലിൽ ഇത്രയും മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അവിടെ കുറേയും കൂടി പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന സാധനങ്ങൾ ഓയിലും പ്ലാസ്റ്റിക്കുമാണ്. ഓയിൽ 2 രീതിയിൽ. ഒന്ന് മേലിൽ സ്പ്രെഡ് ചെയ്യുന്ന ലൈറ്റ് ഫ്രാക്ഷൻ ഉണ്ട്. ഈ ലൈറ്റ് ഫ്രാക്ഷൻ ശരിക്കും പറഞ്ഞാൽ എയർ സീ ഇൻട്രാക്ഷൻ കട്ട് ചെയ്യും.
അപ്പോൾ ഓർഗാനിസത്തിന് എയർ മിക്സിങ് കിട്ടാത്തത് കൊണ്ടുള്ളൊരു കില്ല് നടക്കാം. കുറേ തിക്ക് ഫ്രാക്ഷൻ ലൈക്ക് കോൾട്ടർ ഒക്കെ പോലെ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെറ്റിൽ ചെയ്തിട്ട് ഈ ബോട്ടത്തിലുള്ള ജീവികൾ പലതും ഫിഷിൻ്റെ പോലെ മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതല്ല, സെഡൻഡറി എന്ന് പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ മേളിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വീണ് കഴിഞ്ഞാൽ അത് മിക്കവാറും അവിടെ തന്നെ ചത്തുപോകും. അപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ താഴെ പോയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ വെച്ചുള്ളതിൽ വലിയ ഹെവി ഫ്രാക്ഷൻ ഒന്നും കണ്ടില്ല. ലൈറ്റർ ഫ്രാക്ഷൻ ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ബോയ്സ് ഒക്കെ ഇട്ട് ആ ഏരിയ കട്ട് ഓഫ് ചെയ്തിട്ട് സ്പോഞ്ച് പോലെയുള്ള സാധനങ്ങൾ വെച്ച് ഇതിനെ അബ്സോർബ് ചെയ്തിട്ട് അതിന് നമുക്ക് പിഴിഞ്ഞെടുത്ത് മാറ്റാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നുള്ള മേജർ പ്രോബ്ലം പ്ലാസ്റ്റിക് തന്നെയാണ്. പ്ലാസ്റ്റിക് മറൈൻ ലിറ്ററിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ ആണ്. ഒരുപാട് ജീവികൾ എൻറ്റാങ്കിൾ ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ജീവികൾ ഇത് ഫുഡാണെന്ന് വിചാരിച്ച് കഴിച്ച് സിസ്റ്റത്തിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് ജീവികൾ കുടുങ്ങിയിട്ട്, വലിയ ജീവികൾ ചെറുതായിരിക്കുമ്പോഴായിരിക്കും കുടുങ്ങണത്. പിന്നെ ഇത് വലുതാകുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് ഫ്ലഷിൻ്റെ അകത്തോട്ട് കട്ട് ചെയ്തൊക്കെ പോയിട്ട് വളരെ പാത്തറ്റിക്കാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഓഷ്യൻ ഓർഗാനിസത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നഷാദ്. അവൻ ചില പിക്ചേഴ്സൊക്കെ എനിക്ക് വെച്ചാൽ കണ്ടാൽ നമുക്ക് സങ്കടം തോന്നി. ഈ ഷാർക്കിൻ്റെ ഒക്കെ സൈഡിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് വൂണ്ട് ഇങ്ങനെ കയറിയൊക്കെയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമുക്ക് 2 കൈ ഉള്ളതുകൊണ്ട് പലതും ചെയ്യാം. 2 കൈയും 2 കാലിൽ നിൽക്കാൻ പറ്റുക, നടക്കാൻ പറ്റുക എന്നുള്ള എവല്യൂഷനിലെ ഒരു ജയൻറ്റ് ലീപ്പാണ്. നമുക്ക് പലതും ചെയ്യാൻ പറ്റും, പക്ഷെ ആ അഡ്വാൻറ്റേജ് മറ്റു ജീവികൾക്കില്ല. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ളൊരു ടോക്സിസിറ്റിയിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ ബേപ്പൂർ സംഭവിച്ചിട്ടുള്ളത് ഗ്രാജുവലായിട്ട് ഫുഡ് ചെയിനിൽ കൂടി കയറി ഒരു സെർട്ടൻ പീരീഡ് ഓഫ് ടൈമിന് ശേഷം ഹ്യൂമനിൽ റീച്ച് ചെയ്യാനും ഇല്ലെങ്കിൽ ഫിഷിൽ റീച്ച് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മളൊരു ഭക്ഷ്യ ശൃംഖലയിൽ അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. ഈ ചെറിയ ജീവി തൊട്ട് ഏറ്റവും വലിയ തിമിംഗലവും ഇല്ലെങ്കിൽ നമ്മൾ വരെ ഉള്ളവരെല്ലാവരും കണക്റ്റഡ് ആണ്. പക്ഷെ ആ സാധനം ഈ ബിൽഡപ്പ് ഉണ്ടായി ചെറിയ ജീവികളിൽ വളരെ ചെറുതായിരിക്കും. വലിയ ജീവിന് അതിൻ്റെ 10 എണ്ണത്തിന് 100 എണ്ണത്തിൻ്റെ ആയിരിക്കും. അതിനേക്കാളും വലിയ ജീവിന് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഹയർ ലെവൽ ഓർഗാനിസത്തിൽ വരുമ്പോഴേക്കും ഹൈ കോൺസെൻട്രേഷനിൽ വരാനും ടോക്സിസിറ്റി ഉണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷെ അതിന് വേണ്ടത് ഇപ്പം ഈ കപ്പൽ വീണിട്ടുള്ള സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാട്ടർ സെഡിമെന്റ് സാമ്പിൾസ് കളക്ട് ചെയ്യണം. അതിൽ കലർന്നിട്ടുള്ള സാധനങ്ങൾ എന്താണ് കൃത്യമായിട്ട് ഇപ്പോൾ വളരെ ഹയർ ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പല സ്റ്റഡീസും ലോകത്തിൽ പല സ്ഥാനങ്ങളെ കുറിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് എൻവിറോൺമെന്റിൽ. അത് ഫുഡ് ചെയിനിലേക്ക് കയറി എങ്ങനെ ബിൽഡപ്പ് ഉണ്ടാകാം, എങ്ങനെ ഒരു ഹയർ എൻഡ് കൺസ്യൂമറിൽ പ്രശ്നം ഉണ്ടാകാം എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് സ്റ്റഡി. വെറുതെ ചുമ്മാ എന്തെങ്കിലും പോയിട്ട് ഒരു സാധനം നോക്കിയാലൊന്നും ഇതിനൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം മീനുകൾ മാത്രമല്ല, പലതരത്തിലുള്ള ജീവികളും പല സസ്യങ്ങളും ഉള്ള ഒരു വലിയൊരു ആവാസ വ്യവസ്ഥയാണ് കടൽ. അപ്പൊ ഈ തുടരെ ഉണ്ടാകുന്ന ഈ അപകടങ്ങളായിക്കോട്ടെ, മറ്റ് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളായിക്കോട്ടെ, അത് ഈ ആവാസ വ്യവസ്ഥയെ മാറ്റുന്നുണ്ടോ നെഗറ്റീവായിട്ട്? ഡെഫിനറ്റ് ആയിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. ഡെഫിനറ്റ് ആയിട്ടും മാറ്റങ്ങൾ ഈ പറഞ്ഞ ഇതിൻ്റെ ക്വാണ്ടം ഓഫ് വേസ്റ്റ്, ഇതിൻ്റെ ടോക്സിസിറ്റിയുടെ ഇൻറ്റൻസിറ്റി, ഇതിനൊക്കെ ഇപ്പോൾ ചില സാധനങ്ങൾ വളരെ ചെറിയ ലെവൽ പോലും വളരെ ഹൈ ടോക്സിസിറ്റി ഉള്ളതാണ്. ചിലതൊരു ലാർജർ ക്വാണ്ടിറ്റിയിൽ പോലും അത്ര ടോക്സിസിറ്റി ഇല്ല. അപ്പോൾ ഈ വീണ് പോയിട്ടുള്ള ക്വാണ്ടിറ്റീനെയും അതിൻ്റെ ടോക്സിക് നേച്ചറിനെയും അനുസരിച്ചിരിക്കും അതിന് ഈ ബയോട്ടയിൽ ഉണ്ടാക്കാവുന്ന ചേഞ്ച്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ പോലത്തെ ചെറിയ ബീഡ്സ് വീണിട്ടുള്ളത്, ഇതൊക്കെ ഫുഡായിട്ടും അല്ലാതെയൊക്കെ പലതും കഴിക്കുന്നുണ്ട്. ഇപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് ഒരു മേജർ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ലോകം മുഴുവൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇപ്പോൾ നിങ്ങൾ എൻ്റെ പ്രപ്പോസൽ കൊടുത്താൽ നിങ്ങൾക്ക് മിക്കവാറും ഫണ്ടിങ് കിട്ടും. അന്റാർട്ടിക്കയിൽ പോയി സ്റ്റഡി ചെയ്യുന്നവരുണ്ട്, ആർട്ടിക്കലിൽ സ്റ്റഡി ചെയ്യുന്നവരുണ്ട്, ഇന്ത്യൻ ഓഷ്യനിലുണ്ട്, പാസിഫിക്കിലുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ചിലയിടത്തൊക്കെ അവർ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ചെയ്ത് ബാരിയർ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. മുലപ്പാലിലുണ്ട്, ഇല്ലെങ്കിൽ നമ്മളുടെ മറ്റു ബ്ലഡിലേക്ക് കയറുന്നുണ്ട്. സോ അതിൻ്റെ ഈ നെക്സ്റ്റ് ലെവൽ, അതാണ് ഞാൻ പറയുന്നത്, മൈക്രോ പ്ലാസ്റ്റിക് അങ്ങനെ ഒരു ഓർഗാനിസത്തിൽ കയറിയാൽ അതെന്ത് കോസ് ചെയ്യുന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സ്റ്റഡീസ് ഇപ്പോഴും വന്നിട്ടില്ല. അതിന് നെഗറ്റീവ് ഇമ്പാക്ട്, there are assumptions microplastic is getting into the food chain എന്നുള്ളത് ക്ലിയർ ആണ്. നമ്മൾ ഇത്രമാത്രം പ്ലാസ്റ്റിക് ഓരോരുത്തരും ഇൻജസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ക്ലിയർ ആണ്. പക്ഷെ അത് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ കട്ട് എവിഡൻസും സ്റ്റഡീസും ഇനിയും വരേണ്ടതുണ്ട്. ഇപ്പം ട്രോളിംഗ് സമയമാണ്, ട്രോളിംഗ് ബാൻ സമയമാണ്, ട്രോളിംഗ് നിരോധന സമയം, പ്രജനന സമയമാണ്. അത് എന്തെങ്കിലും ബുദ്ധിമുട്ട്? ഡെഫിനറ്റ് ആയിട്ടും അതാണ് എൻ്റെ ഒരു മേജർ കൺസേൺ ഉള്ളത്. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രോൾ ബാൻ പീരീഡ് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡാണ്. മിക്കവാറും ഈ മൺസൂൺ ടൈമിന് ശേഷമുള്ള ഒരു വളരെ പ്രൊഡക്റ്റീവ് എൻവിറോൺമെൻറ്റിൽ ഫീഡ് ഉണ്ടാവുന്നു, ജീവികൾ ബ്രീഡിങ്, അതിൻ്റെ എനർജി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ബ്രീഡിങ്ങിലൊക്കെയാണ്. അതുങ്ങൾ ബ്രീഡ് ചെയ്യുന്നു, അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. സോ നമ്മളൊരു ട്രോൾ ബാൻ പീരീഡിൽ പിടിക്കാതിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതിനേക്കാളും വളരെ ലാഭമാണ് നമുക്ക് ആ സമയത്ത് മീനെ വെറുതെ വിടുന്നതും
അതിൻ്റെ പ്രജനനമൊക്കെ നോർമൽ സൈക്കിളിൽ കൂടി നടന്നു പോകുന്നതും അത് ഫർദറായിട്ട് സ്റ്റോക്ക് റിപ്ലനിഷ് ചെയ്യാനായിട്ട് ഉണ്ടാവുന്നതും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ കെമിക്കൽസ്, ഇപ്പോൾ ആ കെമിക്കൽസിൻ്റെ ടോക്സിക് എക്സാക്ട് ടോക്സിസിറ്റി നേച്ചറിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ടോക്സിക്, എനിക്കറിയില്ല ശരിക്കും. ഇറ്റ് ഈസ് ടോക്സിക് ആണ്, ക്ലാസിഫൈഡ് ആസ് ഹൈലി ടോക്സിക് ഉണ്ട്, മോഡറേറ്റ്ലി ടോക്സിക് ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളുടെ കോൺസെൻട്രേഷൻ ആ സറൗണ്ടിങ് എൻവറോൺമെൻറ്റിൽ എന്തോരം ഉണ്ട്, അത് ഡെഫിനറ്റായിട്ടും ഈ വലിയ മീനേക്കാളും ചെറിയ മുട്ടയും ലാർവയൊക്കെ കുറേ കൂടി സെൻസിറ്റീവാണ്. ചെമ്മീൻ കുറേ കൂടി സെൻസിറ്റീവാണ് മീനിനേക്കാളും. മീനിൻ്റെ കുഞ്ഞുങ്ങൾ വലിയ മീനിനേക്കാളും സെൻസിറ്റീവാണ്. പിന്നെ കുറേ സാധനങ്ങൾ ഡ്രിഫ്റ്റേഴ്സ് ഉണ്ട്, പ്ലാങ്ക്ടൺസ് എന്നൊക്കെ പറയും. ഇതൊക്കെ വെറുതെ പതിയെ ഇത് പോകുന്നത്. അതേസമയം ഫിഷ് എന്ന് വെച്ചപ്പോൾ ട്യൂണ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഫിഷ് ആക്റ്റീവ് സ്വിമ്മറാണ്. അപ്പോൾ ആക്റ്റീവ് സ്വിമ്മറിന് ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ സ്യൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ ഓക്സിജൻ കുറവാണ്, ഇല്ലെങ്കിൽ ഒരു കെമിക്കൽ പൊല്യൂട്ടൻറ്റിൻ്റെ ഒരു അൺകംഫർട്ടബിൾ നേച്ചർ ഫീൽ ചെയ്യണമെങ്കിൽ ഇറ്റ് ക്യാൻ സ്വിം അവേ ഒരു സെർട്ടൺ ഡിസ്റ്റൻസിൽ. പക്ഷെ മറ്റേ ഡ്രിഫ്റ്റേഴ്സിനൊക്കെ ഈ ലാർവൽ ഫോംസിൽ അധികം ഡ്രിഫ്റ്റേഴ്സാണ്. ഈ ജീവികളുടെയൊക്കെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ഡ്രിഫ്റ്റേഴ്സാണ്. വെറുതെ കടലുണ്ടാവുന്നു, കടലിൻ്റെ തിരയിൽ ഇങ്ങനെ കിടക്കുന്നു, വെള്ളത്തിൽ കിടക്കുന്നു, പതിയെ അങ്ങനെ വലുതായി ഓരോ സ്ഥലങ്ങളിലേക്ക് ഒഴുകി പോയി പരന്ന് വ്യാപിക്കുകയാണ്. അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഡെഫിനറ്റായിട്ടും കൂടുതൽ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴെങ്കിലും ഇനി മീൻ കഴിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുമെന്നാണ് സാധാരണക്കാരുടെ ഏറ്റവും വലിയ പേടി. ഇല്ല, മീൻ കഴിക്കും. ഇപ്പം നമ്മളിപ്പോഴാണല്ലോ ഇതിൻ്റെ അകത്ത് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഓൺലി തിങ് നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം ഈ പറഞ്ഞ ചെറിയ അംശത്തിലാണ് കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ ഡൈല്യൂട്ട് ചെയ്യപ്പെടും. ഡെഫിനറ്റായിട്ടും കടലിൽ വീഴുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യപ്പെടും. ഓൺലി ഡൈല്യൂട്ട് ചെയ്യപ്പെടാതെ കിടക്കാവുന്ന ഒരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നർ അങ്ങനെ തന്നെ വീണിട്ട് ഓപ്പൺ ആയിട്ടില്ല. കണ്ടെയ്നർ സ്ലൈഡ് ചെയ്ത് കടലിൽ കിടക്കുന്നു. അവിടെ ഒരു പക്ഷേ വീഴുന്ന ഡാമേജിൽ ചിലപ്പോൾ അതിന് ചെറിയ ബ്രേക്ക് ഉണ്ടാകാം, ഇല്ലെങ്കിൽ കൊറോഷൻ ഉണ്ടാകാം. അപ്പോൾ ഈ പറഞ്ഞ സാധനം അത്ര ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നില്ല. അവിടെ ഒരു ഹൈ കോൺസെൻട്രേഷനിൽ ഈ മെറ്റീരിയൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് വരാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറച്ചും കൂടി ഈ ജീവികൾ ആ ചുറ്റുവട്ടത്തുള്ള ജീവികളിൽ ഇമ്പാക്റ്റ് ചെയ്യപ്പെടാനും അകത്തേക്ക് കയറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലാതെ ചെറിയ സൈക്കിളിൽ കൂടി ഇപ്പോൾ ഒരു ചെറിയ കോൺസെൻട്രേഷനിലാണ് ഇതിൻ്റെ ഒക്കെ അകത്ത് കയറിയേക്കണമെങ്കിൽ നമ്മളുടെ ഒരു ഹൈ ലെവൽ കൺസ്യൂമറാണ് നമ്മൾ. ആ സമയം എത്താനായിട്ട് സമയവും എടുക്കും. അത് എത്താൻ നമുക്ക് ഇമ്മീഡിയറ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഒരു ട്രോഫിക് ലെവൽ സ്റ്റഡീസിൽ കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. അത് ലാബ് സ്റ്റഡീസ്, ഇപ്പോൾ ഇക്കോടോക്സിക്കോളജി ലാബുണ്ട്, മറീൻ ഇക്കോടോക്സിക്കോളജി ലാബുണ്ട്. അവിടെയൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ കെമിക്കൽ എന്താണ്, ടോക്സിക്കൻ്റ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഒരു മറൈൻ ഇക്കോടോക്സിക്കോളജി ലാബിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ കോൺസെൻട്രേഷൻസ് കൊടുത്ത് ഈ ട്രോഫിക് ലെവലിലുള്ള ജീവികളെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ വി ക്യാൻ ആക്ച്വലി സീ വാട്ട് ഈസ് ദി സെനാരിയോ. വി ക്യാൻ മോഡൽ എ സെനാരിയോ ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ദി എൻവറോൺമെൻറ്റ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രശ്നം ഞാൻ എന്തായാലും അത്ര പെട്ടെന്ന് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന കോൺസെൻട്രേഷനിൽ ഇത് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജൂൺ 12 ശേഷം ഒന്നും കൂടി മഴ കനക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും കടൽക്ഷോഭവും കള്ളക്കടൽ പ്രതിഭാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് 2 കണ്ടെയ്നറും കടലിൽ തന്നെയുള്ളത്, മറ്റേ MSCLCയും എടുത്തിട്ടില്ല. ഇന്നത്തെ കപ്പൽ അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഇന്റർവ്യൂ എടുക്കുന്നവരത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇതിലെ എലമെന്റ്സ് എന്തെങ്കിലും കരയിലേക്ക് അടിച്ചു കയറി വരാനുള്ള സാധ്യതയുണ്ടോ? ആക്ച്വലി ദാറ്റ് ഈസ് ഒരു കൺസേൺ. എനിക്കൊരു കൺസേൺ ഉണ്ട് അതിനകത്ത്. വേറൊന്നുമല്ല, ഈ ആക്ച്വലി സീ കോമേഴ്സ്, ഇപ്പം നമ്മുടെ ഷിപ്പ് മുഖേനയുള്ള സീ കോമേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇൻക്രീസിങ് ആണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ എത്ര ന്യൂ പോർട്ട് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ കൂടി ബൾക്ക് ട്രാൻസ്പോർട്ടാണ്, എനർജി സേവിങ് ആണ്, കാർബൺ ഫുട് പ്രിൻറ്റ് കുറവാണ്. അപ്പോൾ അതുകൂടി ലോകവ്യാപകമായിട്ട് സീ കോമേഴ്സ് കൂടുതലാണ്. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ പലയിടത്തും ട്രാജഡി, ഒരു 10-600 ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ ഓഫ് ഷോർ വാട്ടേഴ്സിലാണ്, ഹൈ സീസിലാണ് ഉണ്ടാകുന്നത്. ഈ ഹൈ സീസിൽ ഉണ്ടാകുന്ന സാധനമൊന്നും ആരും എടുക്കാൻ തന്നെ നിൽക്കാറില്ല. ബിക്കോസ് അത് അവിടെ 10,000, 1000, 2000 മീറ്ററിലേക്ക് താഴ്ന്നു പോവുകയാണ്. അവിടെ ചെന്നിട്ട് പെട്ടെന്നൊന്നും ഒരു കോസ്റ്റിലേക്ക് വരാനോ ഇല്ലെങ്കിൽ അത്രയും സാധാരണ രീതിയിൽ അത് മൈൻഡ് ചെയ്യാറില്ല. ഈ എക്സെപ്റ്റ് ഓയിൽ സീരിയസ് ആയിട്ട് തന്നെ എവിടെയാണെങ്കിലും അത് എഫക്റ്റഡ് ആണ്, അത് സീരിയസ് ആയിട്ട് വ്യൂ ചെയ്യും. മറ്റു സാധനങ്ങൾ വരാറില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ബേപ്പൂര് സംബന്ധിച്ചേക്കണം ഓൺലി ഒരു 88 നോട്ടിക്കൽ മൈലാണ്, അത് 150 കിലോമീറ്റേഴ്സ് അവേ, ഹാർഡ്ലി 150. മറ്റേത് അതിനേക്കാളും അടുത്താണ് ഈ കൊച്ചിയുടെ സൈഡിൽ സംഭവിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടുവേഡ്സ് നമ്മുടെ കോസ്റ്റൽ ബെൽറ്റുള്ള മൂവ്മെൻറ്റിൽ കൂടി ഈ പറഞ്ഞ സാധനങ്ങൾ കുറച്ചും കൂടി കേരള കോസ്റ്റൽ ഡെഫിനറ്റായിട്ടും കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും മറ്റു സ്ഥലങ്ങളിലേക്കാളും എന്നുള്ളത് ഉറപ്പാണ്. ഇറ്റ് ക്യാൻ ഓൾസോ സ്പ്രെഡ്. പക്ഷേ ഈ സ്പ്രെഡ് ചെയ്യുമ്പോഴേക്കും നമ്മളെക്കാളും ലോവർ കോൺസെൻട്രേഷനിലായിരിക്കും മറ്റോടത്ത് എത്തുക. നമ്മൾ കുറച്ചും കൂടി ക്ലോസർ ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എത്താവുന്ന കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ അത് നമ്മളിപ്പോൾ ഞാനൊരു ഹൈപ്പത്തറ്റിക്കലായിട്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു കറൻറ്റിൻ്റെ നേച്ചറും ഇതെല്ലാം വെച്ചിട്ട്
ഉള്ള കേരള കോസ്റ്റിൽ എത്താൻ കുറച്ചും കൂടി ഫാസ്റ്ററാണ്, മറ്റത് കുറച്ചും കൂടി ലേറ്ററാണ്. അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ ഡിഫ്യൂഷൻ നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, മത്സ്യ ഗവേഷണ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇല്ലെങ്കിൽ CMLR എന്ന് പറഞ്ഞാൽ സെൻട്രൽ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ഇക്കോളജി ഉണ്ട്, ഇൻകോയ്സ് ഉണ്ട്, ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സിസ്റ്റം, NIO ഉണ്ട്, KPCB ഉണ്ട്, CPCB ഉണ്ട്. ഇവർക്കൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഈ 2 ആക്സിഡൻറ്റ് അടുത്തടുത്ത് തന്നെ നടന്നതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഡെയിലി സാമ്പിളിങ് പോലും സാമ്പിൾസ് എടുത്ത് പ്രിസർവ് ചെയ്തെങ്കിലും വെക്കാം ടു സ്റ്റഡി. ഐ മീൻ വെദർ സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ ഡ്യൂ കോഴ്സ്. എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ലൈഫിലെ എല്ലാ സാധനങ്ങളും ഒന്നിലും ഒരു റീടേക്ക് ഇല്ല. ഇപ്പോൾ വന്നു പോണ വെള്ളമല്ല കുറച്ച് കഴിയുമ്പോൾ പോണത്, കടലും തിരയടിച്ചത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗ്രാജുവലി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പിക്ചർ കിട്ടും. പക്ഷെ നമ്മൾ കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും 10 ദിവസം കഴിയുമ്പോഴുള്ള പിക്ചർ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കണ്ടെയ്നർ വീണതിൻ്റെ പെരിഫറൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അപ്രോച്ച് ബിക്കോസ് ബേണിംഗ് വെരി ഹെവിലി. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ പോസിബിൾ മീൻസ് ഉണ്ടോ, എത്ര നിയറസ്റ്റ് ആയിട്ട് സാമ്പിൾ കിട്ടാമോ ആ സാമ്പിൾസ് ആസ് മച്ച് ആസ് പോസിബിൾ എടുക്കേണ്ടതും അനലൈസ് ചെയ്യേണ്ടതും അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുക മത്സ്യത്തൊഴിലാളികൾക്കാണ്, അതോടൊപ്പം തീരപ്രദേശത്ത് താമസിക്കുന്നത്. അതെ അതെ അതെ. അവരെന്തൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടി വരും? ഇല്ല, അത് ഈ പറഞ്ഞ അവർ അഡ്വൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എക്സ്പെർട്ടൈസിൻ്റെ ഉള്ളിൽ എന്താണ് കെമിക്കലിൻ്റെ ടോക്സിക് നേച്ചർ എന്നും അത് എത്ര കോൺസെൻട്രേഷനിൽ വരുന്നു എന്നുള്ളതെന്നും. പക്ഷേ മീൻ കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ നമ്മൾക്ക് അറിയാത്ത സാധനങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ അടിഞ്ഞു വന്ന് കൂടുന്നുണ്ടെങ്കിൽ കഴിയുന്നതും കീപ് അവേ എന്നുള്ളത് തന്നെയാണ് ബെസ്റ്റ് പ്രാക്ടീസ്. നമ്മൾ സേഫ്റ്റിയാണ് ഫസ്റ്റ്. നമ്മൾ വെറുതെ ഒരു ക്യൂരിയോസിറ്റി ഫാക്ടറിൽ എന്തെങ്കിലും കയറി എടുത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് ഇല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിക്സ് ആണ് നമ്മുടെ കയ്യിലായി, നമ്മൾ ക്യൂരിയോസിറ്റി ഉണ്ട് എപ്പോഴും. അപ്പോൾ അത് നമ്മുടെ റെഗുലേറ്ററി ബോഡീസ്, അതോറിറ്റീസ്, ഗവൺമെൻറ് എന്ത് പറയുന്നു അതിന് ശ്രദ്ധിക്കണം. കഴിയുന്നതും അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രാജഡീസിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറേ കൂടി കുറയ്ക്കാൻ പറ്റും. പലപ്പോഴും നമ്മൾ അത്ര സീരിയസ് അല്ല പല കാര്യങ്ങളും. ഇതിപ്പോൾ ഈ 2 തവണ അടുപ്പിച്ചായതുകൊണ്ട് ആൾക്കാർക്ക് കുറച്ച് പേടി ശരിക്കും ഉണ്ട്. ഇന്നലത്തത് എന്തായാലും അതിന്റെ ഉള്ളിൽ തന്നെ കത്തിയിട്ടുള്ളത്. പക്ഷേ MSc ELSA അത് ശരിയാണ് ചെയ്തത്. അതെ അതെ അതെ. അതെന്തെങ്കിലും കടലിൽ എന്തെങ്കിലും എക്സാക്ട്ലി ഞാനത് മനസ്സിലാക്കിയത് MSc ELSAയുടെ ഞാൻ മനസ്സിലാക്കിയ ബലാസ്റ്റ് വാട്ടർ ടാങ്കിൻ്റെ മാൽ ഫങ്ഷനിങ് ആണെന്നാണ് ഞാൻ മനസ്സിലായത്. അത് ബലാസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പൽ ബാലൻസ് ചെയ്യാനായിട്ട് കപ്പലിൻ്റെ അടിയിൽ വലിയൊരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തിയിട്ടാണ് ബാലൻസിങ് നടത്തുന്നത്. ഇപ്പോൾ ഒരു ഓയിൽ ടാങ്കർ ആണെങ്കിൽ ഓയിൽ അടിക്കുമ്പോൾ ഈ ബലാസ്റ്റ് വാട്ടർ പുറത്തേക്ക് റിലീസ് ചെയ്യും. അതേസമയം ഓയിൽ നമ്മുടെ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബലാസ്റ്റ് വാട്ടറിൻ്റെ അകത്തോട്ട് ആ സറൗണ്ടിങ്ങിൽ നിന്നുള്ള വെള്ളം പമ്പിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതായിട്ട് ആ ബലാസ്റ്റ് വാട്ടർ ടാങ്കിൽ ലീക്കേജ് ഒരു ഫിസിക്കൽ ലീക്കേജ് ആണോ, കൊറോഷനാണോ, എന്തെങ്കിലും മെക്കാനിക്കൽ ഇഞ്ചുറി അല്ലെങ്കിൽ ആക്സിഡൻറ്റ് സംഭവം ഇത് നമുക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ബലാസ്റ്റ് ടാങ്കിൻ്റെ ഒരു ബാലൻസിങ് നേച്ചർ, ബലാസ്റ്റിംഗ് ഈസ് ബേസിക്കലി ബാലൻസിങ് തന്നെയാണ്. വെള്ളം ഉപയോഗിച്ചിട്ടാണ്, കടൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ബാലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടാങ്കിൻ്റെ എന്തോ ഡീഫോമിറ്റി സംഭവിച്ചിട്ട് അതിൻ്റെ ടിൽറ്റിങ് സംഭവിച്ചു പോയിട്ടുണ്ട്. ടിൽറ്റിങ് സംഭവിച്ച് ഇപ്പോൾ ഒരെണ്ണം സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വളരെ പെർഫെക്റ്റ്ലി ലോഡഡ് ആണ്. പലപ്പോഴും ലോക്ക് ചെയ്തിട്ടാണ് ഒരു കണ്ടെയ്നറിൻ്റെ മേൽ ലോക്ക് ചെയ്ത് കണ്ടെയ്നറിൻ്റെ അറ്റത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ബോൾട്ട് ചെയ്യാനുള്ള എല്ലാ മൂലയിലും ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്തിട്ടായിരിക്കും വെക്കുന്നത്. പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ലയോ, ഹ്യൂമൻ എറർ സംഭവിച്ചിട്ടുണ്ടോ, സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ബാലൻസ് ഒക്കെ പോയി. മനസ്സിലായില്ലേ? ഇറ്റ്സ് ഓൾ അത്ര ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണത്. ഒരു സൈഡിലെ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ വെള്ളത്തിലോട്ട് വീണ് കഴിഞ്ഞാൽ മറ്റേ സൈഡ് സ്വാഭാവികമായിട്ട് ടിൽറ്റ് ചെയ്യും. അപ്പോൾ ആ രീതിയിലൊക്കെ സംഭവിക്കാം. നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അവരെങ്ങനെയാണ് സേഫ്റ്റി. ഇതൊന്നും ചിലപ്പോൾ വൺസ് ഇൻ എ മില്യൺ ടൈം ആയിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ സംഭവിച്ചു കഴിയുമ്പോൾ ഇഷ്യൂ ആണ്. അതുവരെ നമ്മൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും. ചില കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിലൂടെ ഒഴുകി നടക്കുകയാണ്. അതെ അതെ അതെ. ഈ കണ്ടെയ്നറുകൾ കരയ്ക്ക് എടുക്കാൻ ഇനിയും കുറെ സമയം എടുക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ? അല്ല, ഡിപ്പെൻഡിങ് ഓൺ ദി കറന്റ് ആണ്. ആ കറണ്ട് എങ്ങനെയായിരിക്കും, ആ കറണ്ടിൽ പെട്ടിട്ടുണ്ടോ, ആ കറണ്ടിന്റെ ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഇൻകോയ്സ് പറഞ്ഞത് ഇന്ന സ്ഥലം ആലപ്പുഴയിലടക്കും ഇല്ലെങ്കിൽ കൊച്ചിയിലടക്കും. ബിക്കോസ് ഇൻകോയ്സ് ഹാസ് ബെറ്റർ ഇൻഫർമേഷൻ. ഈ കറണ്ടിൻ്റെ അവർ റെഗുലറായിട്ട് സ്റ്റഡി ചെയ്യുന്നതാണ്. ഈ കോസ്റ്റൽ കറൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇന്ന മൺസൂണിൽ എങ്ങനെയാണ്, അല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യും. കറൻസൊക്കെ ഡയറക്ഷനൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അവർക്കറിയാം അത് കൃത്യമായിട്ട് ഒരു പരിധി വരെ. ഇനി ആ കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ അപ്പുറത്തിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യായിരിക്കും. നെവർ നോ, മനസ്സിലായില്ലേ? പക്ഷേ ഏറ്റവും സ്റ്റഡി ആയിട്ടുള്ള കറണ്ട് ഇപ്പോൾ ട്രേഡ് വിൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് എപ്പോഴും സെറ്റ് പാറ്റേൺ ആണ്, ഗ്ലോബൽ വിൻ പാറ്റേൺ ആണ്. അത് ആ ഒരു ഡയറക്ഷൻ തന്നെ ആയിരിക്കും എപ്പോഴും. അതിലൊന്നും യാതൊരു സംശയമില്ല. ബിക്കോസ് വളരെ മാസീവായിട്ടുള്ള
വിൻ പാറ്റേൺസ് ആണ്. മറ്റേ സർഫേസ് കോസ്റ്റൽ കറൻസ് ഒക്കെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും സീസണൽ വേരിയേഷൻ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വി കനോട്ട് സേ അവിടെ മുങ്ങിക്കിടക്കുന്ന സാധനം 10 ദിവസം കഴിയുമ്പോൾ ഇന്നോടത്ത് എത്തുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല. ഇൻവോയ്സ് മേ ബി ഏബിൾ ടു സേ ഒരു വിത്ത് ഫെയർ എമൗണ്ട് ഓഫ് പ്രിസിഷൻ അവർക്ക് പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഒട്ടും വിചാരിക്കാത്ത അതെ ആക്സിഡന്റ്. അതെ ഒരു കപ്പൽ അപകടം നടന്നാൽ നമ്മൾ ഫസ്റ്റ് അതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കാനുണ്ട് എന്നുള്ളത് ചെറിയ രീതിയിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്നും. അതെ ഇപ്പോൾ കപ്പൽ ഓപ്പറേറ്റേഴ്സിനും ഫ്ലൈറ്റ് ഓപ്പറേറ്റേഴ്സിനും ബോട്ട് ഇല്ലെങ്കിൽ ചെറിയ വഞ്ചി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു സേഫ്റ്റി നോംസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ഇൻ ആൻറ്റിസിപ്പേറ്റഡ് ആക്സിഡൻസിൽ ഇപ്പോൾ സ്പില്ലേജ് ഉണ്ടായാൽ അവർ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. അപ്പോൾ സ്പില്ലേജ് ഉണ്ടായാലും എന്ത് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു കെമിക്കൽ ഡംപിങ് ഉണ്ടായാലും എന്ത് ചെയ്യും, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷനും അവർക്കുള്ള ഗൈഡ് ലൈൻസും ഉണ്ടാകാം. അപ്പോൾ അത് ചിലപ്പോൾ മറൈൻ സ്റ്റുവാർഡ്ഷിപ്പ് കൗൺസിലായിരിക്കാം അതിന് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ ദേ ആർ ബൗണ്ട് ടു ഫോളോ ലോ ഓഫ് ദി സീ എന്ന് പറയുന്ന സാധനമാണ്, ഇൻ്റർനാഷണൽ ലോ ഓഫ് ദി സീ. അതിൻ്റെ ഗവേണൻസിലാണ് ഓഫ് ഷോറിൽ ഹൈ സീസിൽ ഉള്ള ട്രാഫിക്കും എല്ലാം. അപ്പോൾ അവിടെ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഉണ്ടാവും. പക്ഷേ നാച്ചുറലി ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൊല്യൂഷൻ ഒരു മറൈൻ എൻവറോൺമെൻറ്റിൽ ഏറ്റവും സീരിയസ് പൊല്യൂട്ടൻ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓയിൽ സ്പില്ലേജ് തന്നെയാണ്. ഓയിൽ സ്പില്ലേജ് വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഏരിയ കട്ട് ഓഫ് ചെയ്ത്, ആ ഏരിയ ബോയിട്ട് കട്ട് ഓഫ് ചെയ്ത് അതിൻ്റെ അകത്ത് സ്പോഞ്ച് ചെയ്ത് ഓയിൽ മാറ്റുക, കഴിയുന്നത്ര രീതിയിൽ. ഇപ്പോൾ താഴത്തേക്ക് സിങ്ക് ചെയ്ത ഫ്രാക്ഷൻ അവിടെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഡീറ്റെയിൽസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ അകത്ത് തന്നെ ഓയിൽ ഒരുപാടുണ്ട് ലീക്ക് ചെയ്യാം. പിന്നെ ഒരുപാട് അണ്ടർ വാട്ടർ ഓയിൽ വെൽസ് ഓഫ് ഷോറാണ്. പിന്നെ ഓയിൽ ടാങ്കേഴ്സ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഓയിൽ റിലേറ്റഡ് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കാണ് ഒരു മേജർ ഇഷ്യൂ. പ്ലാസ്റ്റിക് ഡെഫിനറ്റായിട്ടും നമ്മൾ കരയിൽ കൺട്രോൾ ചെയ്യലാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. ബിക്കോസ് കടലിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ 90% കരയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ അവിടെ ഒരു 10% ആൾക്കാർ ബ്രോക്കൺ നെറ്റും സാധനവും അത് ഇതൊക്കെ അവിടെ വലിച്ചെറിയുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാവരും കരയിൽ നിന്ന് വരുന്നതാണ്. സോ വി ഹാവ് ടു കൺട്രോൾ ഇറ്റ് ഹിയർ. കടൽ ടൂറിസം ഭയങ്കരമായിട്ട് ഇപ്പം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഈ അപകടം ടൂറിസത്തെ എന്തെങ്കിലും ബാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട് ബാധിക്കുന്നു. ബിക്കോസ് ടൂറിസം, ഓഫ് കോഴ്സ് ടൂറിസ്റ്റ് മറീൻ ടൂറിസം ഓർ ടൂറിസം ലൈൻസ് ഒക്കെ തന്നെ വേറെ പല സ്ഥലങ്ങളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ ഹയർ എൻഡ് കൺസ്യൂമേഴ്സാണ്. അത് എന്ന് വെച്ചാൽ ഇറ്റ്സ് എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റിനേക്കാളും വളരെ എക്സ്പെൻസീവ് ആണ് ഒരു ഷിപ്പിൽ ഒരു ക്രൂയിസ്. നിങ്ങളിപ്പോൾ ഒരു 10 days ക്രൂയിസ് നോർവീജിയൻ, സ്കാൻഡിനേവിയ ഇല്ലെങ്കിൽ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ആൾക്കാരാണ്. അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വൺ തിങ് വിച്ച് ഐ നോ വെരി ക്ലിയർ, അതായത് ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ട്രാഫിക്കൊക്കെ വളരെ കൂടുതലായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റൽ റീജിയനിലായതുകൊണ്ട് നമുക്ക് വളരെ കൺസേൺ ഉണ്ട്, നമ്മുടെ തീരത്തിന് തൊട്ടടുത്താണ്. പക്ഷേ ടൂറിസം എനിക്ക് തോന്നണില്ല കാര്യമായിട്ട് അഫക്റ്റഡ് ആവുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ മെയിൻലി കൺസേൺ ഫിഷിംഗ് ഇൻഡസ്ട്രി, മത്സ്യത്തൊഴിലാളികൾ. അത് കേരളത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമേഖലയാണ്. അതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതായത് ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്, കടലുണ്ട്, മാൻഗ്രൂവ് ഉണ്ട്, എസ്റ്റുറി ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ പല രീതിയിൽ ആൾക്കാർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിൽക്കുന്നവരുണ്ട്, പിടിക്കുന്നവരുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഇൻ ബിറ്റ്വീൻ മിഡിൽ മാൻ ഉണ്ട്, ഒരുപാട് ആൾക്കാർ പ്രോസസ്സിങ് യൂണിറ്റ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവിടെ ഇത് എങ്ങനെ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ഡെഫിനറ്റായിട്ടും ഫിഷറി സെക്ടർ തന്നെയായിരിക്കും. അതിൻ്റെ അത് സംശയമൊന്നുമില്ല. ഐ ഡോണ്ട് സീ വലിയൊരു ഇമ്പാക്റ്റ് ടൂറിസം മേഖലയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കപ്പലിനുള്ള ആക്സിഡൻറ്റ് അങ്ങനെ വന്ന് നമ്മൾ കാണാറില്ല. ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ. ടൈറ്റാനിക് മുങ്ങിപ്പോയില്ലേ.